സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. തുടങ്ങുമ്പോൾ എങ്ങനെയാകും, കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഇത് ആരംഭിച്ചത്. ഇത്രയും ജനങ്ങളുണ്ട്, അവർക്ക് കുർബാനയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്യണം, മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിലും ആരംഭത്തിലൊക്കെ കുറച്ച് എന്താ ചെയ്യുക എന്നൊക്കെ ധാരണകളുണ്ടായിരുന്നുവെങ്കിലും ജനം വളരെയധികം സഹകരിച്ചു. ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഇപ്പോൾ സങ്കീർത്തി അതും ഞങ്ങൾ പിന്നിലേക്ക് കുറച്ച് നീട്ടുകയാണ്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ജനത്തിന് സമ്മതമാണ്. ഓഫീസും അതിൻ്റെ ആ കെട്ടിട സൗകര്യങ്ങളും നമ്മൾ ഒരു 5-6 മാസം മുൻപ് കൂട്ടിയിരുന്നു. തീർച്ചയായിട്ടും ഇത് ഇടവക ജനത്തിന് ഉപകാരപ്രദമാണ്, നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ നല്ല ഹൃദയത്തോടു കൂടിയാണ് അവർ വരുന്നത്. അവരുടെ സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി അപ്പൻ്റെ കൂടെ വന്നേക്കുക. അപ്പോൾ എന്താ മോളേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുക്ക പൊട്ടിച്ചു. അപ്പൻ തന്നിരുന്ന കാശ് ഇട്ടിട്ട് വെച്ചിരുന്ന 10 കോയിൻ, 5 കോയിൻ ഇതൊക്കെ ഇട്ട് വെച്ചിരുന്ന കുടുക്ക പൊട്ടിച്ചു. 8650 രൂപയുണ്ട്. അപ്പോൾ മോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കാശിനെ ഈ നമ്മുടെ സംഭാവന കൂപ്പൺ എടുക്കാനാണ് വന്നേക്കണേ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ പോരുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ച് ഒക്കെ കോയിൻ മേടിച്ച് 8 കൂപ്പൺ കീറി കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഏറി വന്ന, എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഒരു 6-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി കുർബാനയ്ക്ക് വന്ന് ഞാൻ കണ്ടുപരിചയമുണ്ട്. പക്ഷെ അവൾ നിറഞ്ഞ മനസ്സോടുകൂടി അത് സമർപ്പിച്ചു. അത് വളരെ സന്തോഷമല്ലേ? ഒരാൾ ഒരു 10 ലക്ഷം തരുന്നതിനേക്കാൾ സന്തോഷപ്രദമല്ലേ നമുക്ക് ഈ കാശ്? അവൾ കുടുക്കയിലിട്ട് വേണമെങ്കിൽ സൈക്കിൾ മേടിക്കാനാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അവൾ വെച്ചിരിക്കുന്ന എമൗണ്ട് അപ്പനോട് പറഞ്ഞ് അപ്പൻ്റെ കൂടെ വന്ന് നമ്മുടെ ട്രസ്റ്റി ഓഫീസിലൊന്ന് തരണമെങ്കിൽ ആ കുട്ടിയും എന്തുമാത്രം അത് ചിന്തിച്ചിട്ടുണ്ടാവണം. വളരെ സന്തോഷത്തോടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വീഡിയോയിൽ വിടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. കൂടുതൽ പേർക്ക് ഇത് മാതൃകയാവട്ടെ. തീർച്ചയായിട്ടും.